2025 അവസാനിക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ഒരു ഹാട്രിക് വിജയത്തിന്റെ തിളക്കത്തിലാണ്. ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് നിന്നും ഇതാ ഒരു ഗംഭീര വാർത്ത. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സണും പ്രഖ്യാപിച്ച വ്യാപാര കരാറിലൂടെ ഇന്ത്യ ലോക വിപണിയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ്. ജൂലൈയിൽ ബ്രിട്ടനുമായും കഴിഞ്ഞ ആഴ്ച ഒമാനുമായും കരാറുകൾ ഒപ്പുവെച്ചതിന് പിന്നാലെയാണിത്. വെറും $1.3 ബില്യൺ നിൽക്കുന്ന ഇന്ത്യ ന്യൂസിലൻഡ് വ്യാപാരം ഇനി കുതിച്ചുയരാൻ പോവുകയാണ്. അതുപോലെ വെറും 9 മാസത്തെ റെക്കോർഡ് വേഗതയിലാണ് ഈ ചർച്ചകൾ പൂർത്തിയായത് എന്നത് ശ്രദ്ധേയമാണ്. നമ്മുടെ നാട്ടിലെ തയ്യൽ തൊഴിലാളികൾ മുതൽ എഞ്ചിനീയർമാർക്ക് വരെ ഈ ഒരു കരാർ എങ്ങനെ ഗുണകരമാകും? ഈ കരാറിലൂടെ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് ലഭിക്കുന്നത് വലിയൊരു അവസരമാണ്. ഭൂരിഭാഗം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും ഇനി ന്യൂസിലൻഡിൽ ഡ്യൂട്ടി ഫ്രീ ആക്സസ് ഉണ്ടാകും. ഈ വർഷം ബ്രിട്ടനും ഒമാനും പിന്നാലെ ഇന്ത്യ ഒപ്പുവെക്കുന്ന മൂന്നാമത്തെ വലിയ വ്യാപാര കരാറാണിത്. എന്തൊക്കെയാണ് ഈ കരാറിലെ പ്രധാന കാര്യങ്ങളെന്ന് പരിശോധിക്കാം. ഇന്ന് നടന്ന ടെലിഫോണിക് സംഭാഷണത്തിലാണ് ഇരു നേതാക്കളും ഈ ഒരു പ്രഖ്യാപനം നടത്തിയത്. ന്യൂസിലൻഡുമായുള്ള ഈ ഒരു കരാർ വരാൻ പോകുന്നത് ഡ്യൂട്ടി ഫ്രീ എന്ന ലേബലിലാണ്. അതായത് ന്യൂസിലൻഡിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയുടെ 100% ഇനി സീറോ ഡ്യൂട്ടി പരിധിയിൽ വരുമെന്ന് ചുരുക്കം. ഇത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വില കുറയാനും അതുപോലെ ന്യൂസിലൻഡ് വിപണിയിൽ കൂടുതൽ മത്സരക്ഷമമാക്കാനും സഹായിക്കും. അടുത്ത പ്രധാന ആകർഷണം എന്ന് പറയുന്നത് അടുത്ത 15 വർഷത്തിനുള്ളിൽ ന്യൂസിലൻഡ് ഇന്ത്യയിൽ $20 ബില്യൺ നിക്ഷേപം നടത്തുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ $1.3 ബില്യൺ ഉഭയകക്ഷി വ്യാപാരം അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യം. ഏതെല്ലാം മേഖലകളെ ഇത് സഹായിക്കുമെന്നൊന്ന് പരിശോധിക്കാം. ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് നേരിട്ട് ഗുണം ലഭിക്കുന്ന ലേബർ ഇന്റൻസീവ് മേഖലകൾക്കാണ് ഈ കരാർ വലിയ ഊർജ്ജം നൽകുന്നത്. തുണിത്തരങ്ങളുണ്ട്, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, പാദരക്ഷകൾ എന്നിവയ്ക്ക് മികച്ച വിപണി ലഭിക്കും. അതുപോലെ എഞ്ചിനീയറിംഗ് സാധനങ്ങൾക്കും വാഹനങ്ങൾക്കും ഓട്ടോ കമ്പോണൻസുകൾക്കും ഒക്കെ ന്യൂസിലൻഡിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കാൻ ഈ ഒരു കരാർ വഴിയൊരുക്കും. ഇന്ത്യൻ ആഭരണങ്ങൾക്കും കരകൗശല വസ്തുക്കൾക്കും ഇനി വിദേശ വിപണിയിൽ കുതിച്ചുചാട്ടം നടത്താം. കടൽ വിഭവങ്ങളുടെ കയറ്റുമതിയിലും ഈ ഇളവുകൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇനി ചരക്ക് വ്യാപാരം മാത്രമല്ല, പ്രൊഫഷണലുകളുടെ യാത്രയും ഈ കരാറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. IT, എഞ്ചിനീയറിംഗ്, ഹെൽത്ത് കെയർ തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കായി ഓരോ വർഷവും 5000 താൽക്കാലിക തൊഴിൽ വീസകൾ ന്യൂസിലൻഡ് അനുവദിക്കും. ന്യൂസിലൻഡിൽ പഠിക്കാൻ പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ശേഷം 3 മുതൽ 4 വർഷം വരെ അവിടെ ജോലി ചെയ്യാൻ, അതായത് പോസ്റ്റ് സ്റ്റഡി വർക്ക് വീസ അനുമതി ലഭിക്കും. യോഗ ഇൻസ്ട്രക്ടേഴ്സ്, ഇന്ത്യൻ ഷെഫ്, ആയുഷ് പ്രൊഫഷണലുകൾ എന്നിവർക്കും ഇതിന്റെ ഗുണം ലഭിക്കും. കൂടാതെ ഇന്ത്യൻ യുവാക്കൾക്കായി 1000 വർക്ക് ആൻഡ് ഹോളിഡേ വീസകളും ഈ പാക്കേജിന്റെ ഭാഗമാണ്. ഇന്ത്യയിലെ നിർമ്മാണ മേഖലയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളായ മരത്തടികൾ, കുക്കിംഗ് കോൾ, അതുപോലെ മെറ്റൽ സ്ക്രാപ്പുകൾ എന്നിവ നികുതി ഇല്ലാതെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും ഈ ഒരു കരാർ അനുവദിക്കുന്നുണ്ട്. ഇന്ത്യൻ മരുന്നുകൾക്കും മെഡിക്കൽ ഉപകരണങ്ങൾക്കും ന്യൂസിലൻഡ് വിപണിയിൽ വേഗത്തിലുള്ള അംഗീകാരം ലഭിക്കും. US FDA, UK MHRA തുടങ്ങിയ ഏജൻസികളുടെ അംഗീകാരം ഉണ്ടെങ്കിൽ ന്യൂസിലൻഡിൽ പ്രത്യേക പരിശോധനകൾ ആവശ്യമില്ല. ഇതുകൂടാതെ ഇന്ത്യൻ കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ മോദി സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. ന്യൂസിലൻഡിൽ നിന്നുള്ള അത്യാധുനിക കൃഷി രീതികൾ ഇന്ത്യയിലെ കർഷകർക്ക് ലഭ്യമാകും. പ്രധാനമായും ആപ്പിൾ, കിവി കൃഷികളിൽ വലിയ മാറ്റങ്ങൾ വരും. ന്യൂസിലൻഡിന്റെ കരുത്തായ ഡയറി മേഖലയെ ഇന്ത്യൻ കരാറിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ക്ഷീര കർഷകർക്ക് വലിയ ആശ്വാസമാണ്. ഉള്ളി, പച്ചക്കറികൾ, പഞ്ചസാര തുടങ്ങിയ സെൻസിറ്റീവായ ഉൽപ്പന്നങ്ങളിലും ഇന്ത്യ വലിയ വിട്ടുവീഴ്ചകൾ വരുത്തിയിട്ടില്ല. ഈ വർഷം ഇന്ത്യ ഒപ്പുവെച്ച 3 കരാറുകളും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. UK ഡീൽ എന്ന് പറയുമ്പോൾ വസ്ത്രങ്ങൾക്കും മറ്റും വലിയ വിപണി നൽകിയപ്പോൾ ഇന്ത്യക്കാർക്ക് സ്കോച്ച് വിസ്കിയും ബ്രിട്ടീഷ് കാറുകളും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകും. അതുപോലെ ഒമാൻ ഡീൽ ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം പെട്രോളിയം, രാസവളം എന്നിവയുടെ സുഗമമായ ഇറക്കുമതി ഉറപ്പാക്കി. NZ ഡീൽ, അതായത് ന്യൂസിലൻഡ് ഡീൽ, ചരക്ക് വ്യാപാരത്തിന് പുറമെ വിദ്യാഭ്യാസം, കൃഷി, സാങ്കേതിക വിദ്യ എന്നിവയിലാണ് ന്യൂസിലൻഡ് കരാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ചുരുക്കത്തിൽ ലോകരാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ കരാർ വെറും ഒരു കച്ചവടമല്ല, മറിച്ച് ഇന്ത്യയുടെ വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ്. ഈ വ്യാപാര കരാറുകൾ വെറും പേപ്പറിൽ ഒതുങ്ങാതെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.